Hello guys, I'm Magnus and welcome back to the best superhero news in town, Lemonade with Superheroes. So guys, എനിക്ക് കുറച്ച് നാളായിട്ട് നമ്മൾ ഈ സംഭവം ചെയ്യുന്നില്ല എന്നാൽ പോലും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ നാരങ്ങളുമായിട്ട് അഥവാ നമ്മൾ ലെമണേഡുമായിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സൂപ്പർ ഹീറോ ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. അതിനെ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡോംസ്ഡേ കുറിച്ചാണ് നമുക്ക് കൂടുതൽ ന്യൂസും കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ന്യൂസ് ഞാൻ കുടിച്ച് സിപ്പിയിട്ട് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ക്ലോക്കിനെ പറ്റിയാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ടീസേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വരും എന്നുള്ളത്. അതിപ്പോ വന്നിരിക്കുകയാണ്. നമ്മുടെ മാർവൽ സ്റ്റുഡിയോസ് അഥവാ മാർവലിന്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം തുടങ്ങിയിട്ട് അത് എന്റെ ഒരു നിഗമനം ശരിയാണ്. നിഗമനമല്ല, അത് തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ റിലീസിന്റെ അന്ന് വരെ അത് ഉണ്ടാവുന്നതായിരിക്കും. സോ അത് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ പോലെ ടൈമർ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജോ റൂസോ ആന്റണി റൂസോ ബ്രദേഴ്സ് തന്നിട്ടുള്ള ന്യൂസാണ്. അതായത് ആ ന്യൂസ് എന്ന് പറയുന്നത് അവർ ഇപ്പൊ ഒരു പോസ്റ്റ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റ് ഇപ്പൊ എടുത്ത് നോക്കിയാൽ കാണത്തില്ല. ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡൂംസ്ഡേ 4 ടീസർ വന്നതിന് ശേഷം അവരിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ these teasers, 4 teasers you have seen in these past 4 weeks are not just teasers, അത് ക്ലൂസ് ആണെന്ന് പറഞ്ഞിട്ട്. സോ അതിപ്പോ ഇല്ല, പോസ്റ്റർ മാറ്റിക്കളഞ്ഞു. പക്ഷെ അതെന്ന് പറയുന്നത് ഈ ഡൂംസ്ഡേയുടെ അവസാനം ഓരോ ടീസറിന്റെ അവസാനം കാണിക്കുന്ന കൗണ്ട് ഡൗൺ, ആ സമയം കണക്ട് ചെയ്യുന്നത് 4 സമയം കണക്ട് ചെയ്യുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ചില മൊമെന്റ്സിലൊക്കെ ആയിട്ടാണ്. അതിനെ കുറച്ച് വീഡിയോ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ കമന്റ് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടർമാനെ കുറിച്ചാണ്. വണ്ടർമാൻ സീരീസിനെ കുറിച്ചാണ്. വണ്ടർമാന്റെ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 27-ാം തീയതിയാണ് സീരീസ് ഇറങ്ങുന്നത്. ഈ സീരീസിന്റെ ട്രെയിലർ വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള സ്റ്റഫ് ഇല്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫണ്ണി ആയിട്ട് നല്ല കോമിക് ഫണ്ണി ഫീലിംഗ് ഉള്ള സംഭവമാണ്. കോമിക് ഇൻ ദ സെൻസ് ആ ഒരു ഫണ്ണി ആയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും വണ്ടർമാനെ കുറിച്ച് ഒറിജിനൽ വേണം നമുക്ക് ചെയ്യാം. അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് ചെയ്യാം, അത് വെയിറ്റ് ചെയ്യാം. ഈ സംഭവം 27 ജനുവരി 27-ാം തീയതിയാണ്, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. സോ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇത് ഇറങ്ങുന്നത് 8 എപ്പിസോഡുണ്ട്. 8 എപ്പിസോഡ് ഒരുമിച്ചാണ്. ഈ 8 എപ്പിസോഡ് ഒരുമിച്ച് ഇറങ്ങുന്നത് വെച്ചാൽ 8 എപ്പിസോഡ് ഇറങ്ങുമ്പം നമുക്കൊരു ഇതൊരു മാർവലിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് 8 എപ്പിസോഡ് ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഒരൊറ്റ രീതിക്ക് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് 8 ആഴ്ചയായിട്ട് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്തായാലും ഡൂംസ്ഡേക്കും വേണ്ടിയിട്ടാണ് അവരിപ്പം മാർവൽ ഇതായിട്ട് നിൽക്കുന്നത്, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും അതിന്റെ ഒരു എന്താ പറയാ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ ഇടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അല്ലാത്ത വീഡിയോസ് ചെയ്യാൻ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. അതിന്റെ റിവ്യൂ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രോസ് ഓവർ കോമിക്കിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മാർവലിന്റെ DC-യുടെ, അതായത് കുറച്ച് ആകാംക്ഷ ബിൽഡ് ചെയ്യട്ടെ. നമ്മളെ ഡെഡ്പൂൾ/ബാറ്റ്മാൻ ആ കോമിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന്റെ DC സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് എനിക്കറിയാം, അത് നമുക്ക് ചെയ്യാം. അതിന്റെ ഡെഡ്പൂൾ/ബാറ്റ്മാൻ/ഡെഡ്പൂൾ ഈ മാർവൽ DC കോമിക്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സക്സസിന് ഒടുവിൽ ശേഷം നമ്മുടെ മാർവൽ DC ഒരുമിക്കുകയാണ് ഒരു ക്രോസ് ഓവർ കോമിക്കിന്റെ പേര്. ഇതിന്റെ പേരാണ് സൂപ്പർമാൻ/സ്പൈഡർമാൻ #1. ഇത് ഇറങ്ങാൻ പോകുന്നത് ഏപ്രിലാണ്. മറ്റേ പോലെ തന്നെ എന്താ പറയാ സ്പൈഡർമാൻ/സൂപ്പർമാൻ അങ്ങനെ 2 ഇതായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഏപ്രിൽ 2026 ഇത് റിലീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോമിക് ഷോപ്സിൽ വരാനായിട്ട് പോകുന്നത്. ആ ടൈമിൽ നമുക്ക് അത് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാനല്ല മിക്കവാറും ഞാൻ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ചാണ്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ടീസർ
ഫസ്റ്റ് ടീസർ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഫസ്റ്റ് ടീസർ ഉടനെ വരുമെന്നാണ് പറയുന്നത്. ഇന്നലെ എക്സിലും മറ്റേ ഇന്ന് വരും, നാളെ വരും, 1000 നാളെ വരും എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്നാലും ഈ സൂപ്പർ ബോൾ എന്ന് പറഞ്ഞ സംഭവം ഫെബ്രുവരി വരെ അതിൽ നമ്മുടെ ഡൂംസ്ഡേയുടെയും ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് സാധനം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ പോലും ഐ ആം എക്സൈറ്റഡ് ഫോർ ദ ഫിലിം, എസ്പെഷ്യലി ടോം ഹോളണ്ടിന്റെ ഇതായതുകൊണ്ടല്ല, ഡെസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ ആ ഡയറക്ടർ, ഷാങ്കിയുടെ ഡയറക്ടറിന്റെ ഇതായതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് DC-യുടെ സൈഡിൽ നിന്നുള്ള ന്യൂസാണ്. DC എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സാക്സിനെയാണ് പുള്ളിക്കാരൻ എടുത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങി. പുള്ളിക്കാരൻ ഈ അടുത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ ആ ഒരു ജസ്റ്റിസ് ലീഗിന്റെ കാലത്തുള്ള കുറച്ച് BTS ബിഹൈൻഡ് ദ സീൻ ഫോട്ടോസ് ഒക്കെ ഇടാൻ തുടങ്ങി. അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ആൾക്കാർ സാക്സിനെ തിരിച്ച് സ്നാഡർ കട്ടിന് വേണ്ടി വരണമെന്നൊക്കെ പറഞ്ഞ് സ്നാഡർ കട്ടിന് രണ്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നു അറിയില്ല. കാരണം നമ്മുടെ ജെയിംസ് ഗണ്ണാണ് ഇപ്പോൾ ഉള്ളത്. ഐ ഡോണ്ട് നോ. എന്നാൽ പോലും അതൊരു ന്യൂസ് ആണ്, അത് പറഞ്ഞത് മാത്രം. ഐ ഹോപ്പ് അങ്ങനെ സാക്സിനെയുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് എവർ ഫിലിം പ്രൊഡ്യൂസ്. എന്തായാലും വന്നാൽ അടിപൊളിയാണ്, നമ്മളെല്ലാം ആഘോഷിക്കും, അതൊരു നോ ഡൗട്ട്. പിന്നെ അടുത്തത് വെച്ചാൽ ഡൂംസ്ഡേ കുറച്ച് തന്നെയാണ്. ഡൂംസ്ഡേയുടെ റൺ ടൈമിനെ ചുറ്റിപ്പറ്റിയാണ്. ഡൂംസ്ഡേയുടെ റൺ ടൈം റിപ്പോർട്ടഡ്ലി 3 മണിക്കൂർ ആകുമെന്നാണ് പറയുന്നത്. 3 മണിക്കൂർ ആകുമെങ്കിൽ നമ്മുടെ സീക്രട്ട് വാർസ് അതിനെക്കാട്ടിയും ലോങ് ആയിരിക്കും. കാരണം ഡൂംസ്ഡേയുടെ സെക്കൻഡ് പാർട്ടാണല്ലോ സീക്രട്ട് വാർസ്. എന്തായാലും അതിനു വേണ്ടി കാത്തിരിക്കും, മരണ വെയിറ്റിംഗ് ആണ്. ആൻഡ് നെക്സ്റ്റ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അധികം കേട്ട് മറന്നൊരു ന്യൂസാണ്, മറന്നൊരു കാര്യമാണ്. നമ്മുടെ ആർമർ വാർസ്, അതായത് റോഡിയിലെ വാർ മെഷീന്റെ ആർമർ വാർസ് എന്ന് പറഞ്ഞ സാധനം, അത് ഡിസ്നിയുടെ സീരീസ് ആയിട്ടാണ് ആദ്യം ഇറക്കായിരുന്നത്. പിന്നീട് സിനിമയായി. പക്ഷെ അതിപ്പോ ഡിസ്നിയുടെ ഒരു ചാർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് 2027 റിലീസിന് വേണ്ടി, അല്ലെങ്കിൽ അതിനുശേഷം എന്നുള്ള രീതിക്ക്. പക്ഷെ അതൊക്കെ ഒരു റിലീസ് ഒന്നും കൺഫേം അല്ല, പക്ഷെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇത്തിരി സാഡ് ആയിട്ടുള്ള ന്യൂസാണ്. അതായത് നമ്മുടെ ഡൂംസ്ഡേ ചുറ്റിപ്പറ്റിയാണ്. ഡൂംസ്ഡേക്ക് ഇറങ്ങുന്ന ടൈമില് നമ്മുടെ ഐമാക്സിൽ റിലീസ് ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ, അവന്റെ ഡ്യൂൺ 3ക്ക് 3 ആഴ്ചത്തോളം ഇതുണ്ട്, ഐമാക്സിൽ എക്സ്ക്ലൂസീവ് വിൻഡോ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പാവപ്പെട്ട അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് ഇല്ല, കിട്ടൂല. എന്തോ കിട്ടാത്തത് ഐമാക്സിന്റെ റിലീസിലുള്ള. പക്ഷെ ഇതൊരു കൺഫേം ന്യൂസ് അല്ല, റിപ്പോർട്ട്സ് ആണ്, റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആ ഒരു റിസൾട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഡൂംസ്ഡേ, ഡ്യൂൺ 3 എല്ലാം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ബട്ട് ഇപ്പൊ പറയുന്ന റിപ്പോർട്ട്സ് പ്രകാരം ഡൂംസ്ഡേക്ക് ആ ഒരു ഇനീഷ്യൽ റിലീസ് ഡേറ്റ്, അതായത് December 18 അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഐമാക്സ് കിട്ടില്ല. ഇതൊക്കെ തന്നെയായാലും നിങ്ങൾ ഏത് ഫോർമാറ്റിലാണ് കാണുന്നത് പറയാം. ഞാൻ നിങ്ങളെ ബാക്കി കുറിച്ചോട്ടെ. അങ്ങനെ നമ്മുടെ നാരങ്ങാളം തീർന്ന്, ന്യൂസ് തീർന്ന്. ഇതൊക്കെ തന്നെയായാലും അടിപൊളി കുറച്ച് ന്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ആൻഡ് ഇനിയും ഞാൻ ഈ ലെമണേഡ് സൂപ്പർ ഹീറോസ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ലെറ്റ് മീ സീ യു ഗൈസ് ഓൺ അനദർ ലെമണേഡ് സൂപ്പർ ഹീറോസ്. സൂപ്പർ ഹീറോസ്.